ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയാലോ? റിയാദിൽ നിന്ന് നാട്ടിലേക്കല്ല, നേരെ ഇങ്ങോട്ടാണ്. ഈ സ്ഥലം എവിടെയെന്ന് ഗസ് ചെയ്യാവോ? പപ്പ വരും, എന്തായാലും പപ്പ വരും കേട്ടാ. കളിക്കാനൊക്കെ ചുണ്ടോ? പെട്ടിയും പാക്ക് ചെയ്ത് ഓടിച്ചാടി പോണ എങ്ങോട്ടാ നിങ്ങൾക്ക് അറിയോ? ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നാട്ടിലേക്കുള്ള വഴി റൂട്ട് മാറ്റിയിട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ലഗേജ് മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇറങ്ങാൻ കുറച്ചധികം ലേറ്റ് ആയി. മാത്രമല്ല നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടെർമിനൽ 5-ലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെന്ന് വലിയ പിടിപാടില്ല. അതൊക്കെ ടെൻഷനാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ഡ്രൈവ് ചെയ്ത് കൊണ്ടേ പോണത്. ഇതാ കണ്ടോ, അതാണ് ഞങ്ങൾ റിയാദിലെ ഇന്ത്യ ഗേറ്റ്. ആരും പറഞ്ഞതല്ല, ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. നേരെ വെങ്കിന്റെ ടെൻഷനും പാർക്ക് ചെയ്യാനുള്ള ടെൻഷനും എല്ലാം കൂടെ ഒരു കഥയായിരുന്നു കേട്ടോ. എവിടേക്ക് വണ്ടി നിർത്തിയോണ്ട് ഇതാ ഓടി പോണ പോക്കാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, ചില ഫ്ലൈറ്റുകളൊക്കെ റീഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എത്ര ആൾക്കാർ എത്തണോ അവര് ഫസ്റ്റ് സീറ്റ് ഫുൾ ചെയ്ത് ഓരോ കൊണ്ട് പോവാണ്. അതൊക്കെയാണ് കേട്ടോ നമ്മൾ മെയിൻ ടെൻഷൻ. നമ്മൾ കൊണ്ടുപോയില്ലെങ്കിലോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വേഗം രക്ഷപ്പെട്ടു. ആ ലഗേജ് വെക്കുന്നോടത്ത് പെടുമെന്ന് കരുതി. പക്ഷെങ്കിൽ കുട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഓല് എന്നോട് അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ബൈ പറഞ്ഞാളി. പപ്പ വരും, എന്തായാലും പപ്പ വരും കേട്ടാ. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിട്ടോ. ഇങ്ങനെ സീന് പൊതുവേ ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ ഒക്കെ എന്താ പപ്പനെ പിരിഞ്ഞു പോരാൻ ഭയങ്കര സങ്കടം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അവൾ ഇങ്ങനെ കരയണത്. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നോക്കി ഇഷ്ടമുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ആളോ ഓക്കെ ആയിട്ടോ. ഫ്ലൈറ്റ് ഉണ്ടോ? അതാ ഫ്ലൈറ്റ് പോണൊക്കെ കുഞ്ഞ, ഫ്ലൈറ്റ് പോണൊക്കെ കണ്ടോ? പോണുണ്ടോ? ദൂരത്ത് പോണുണ്ടോ? ആ ഓക്കെ ഓക്കെ. എല്ലാവർക്കും പോകുന്നത് കണ്ടോ ഗൈസ്? സൂക്ഷിച്ചൊരു സൈഡിലൂടെ നടക്കും. സൈഡ് റിയാദിൽ നിന്ന് അബുദാബിക്കാണ് കണക്ഷനാണ് ഫ്ലൈറ്റ്. അബുദാബിയിൽ അത്യാവശ്യം സമയം നമുക്ക് ഇരിക്കാനുണ്ട്. ഞങ്ങളെ ഫ്ലൈറ്റ് ഒന്ന് ക്യാൻസലായി. ആദ്യത്തത് കുറഞ്ഞ ടൈമേ ഉണ്ടായിരുന്നു, ഇത് 4 മണിക്കൂർ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്ലൈറ്റ് 9 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഫ്ലൈറ്റ് കയറാൻ വലിയ ഫ്ലൈറ്റാണ്. ലഗേജും ഇതും കൂടി നടക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിട്ടോ. സീറ്റ് ഇല്ല ഇവിടെ, നമ്മളെ സീറ്റ് അതുകൊണ്ടാണേ. പിന്നെ നല്ല കുട്ടിയല്ലേ. യാമിക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് പറയണത്. നമുക്ക് ഇനി പോകുമ്പോ വിൻഡോ സീറ്റ് പറയാട്ടോ. പപ്പനോട് പറയാം, നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കണം. അതൊന്ന് പോയിട്ട് നമുക്ക് എല്ലാം മാറിയിരിക്കണം കേട്ടാ. പറ്റുമോ? എങ്ങനെയുണ്ട് ഐഡിയ? അമ്മേന്റെ ഐഡിയ സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മനസ്സിലായോ? വിൻഡോ സീറ്റ് കിട്ടാത്തതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് യാമിമോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അങ്ങോട്ട് സെറ്റായിട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ദാ ഇങ്ങനൊരു ബുക്കും കുറച്ച് സ്റ്റിക്കേഴ്സും കളർ പെൻസിലും ഒക്കെ കിട്ടി. ഇതിനേക്കാളും സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗിഫ്റ്റ് കിട്ടിയതാട്ടത് യാമി. الطيران محظور تماما ليش ما ذلك شحنها واستخدامان الشحن اي جهاز الكتروني تتوفر مصابيح ارضيه في مقعدك ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉള്ളെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നൽകുന്നുണ്ട്. ഈ നല്ല ടേസ്റ്റുള്ള ബേബി ഫുഡ് കിട്ടി. ഇനി കിട്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. മിഠായി ഉണ്ടായിരുന്നു, കിക്കേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഷവർമൻ്റെ റോള്, പിന്നെ അതിലെന്തെങ്കിലും ബിസ്ക്കറ്റ് ആയിരുന്നു തോന്നുന്നുണ്ട്, കുക്കീസ് എനിക്ക് ഓർക്കണില്ല. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫുഡ് ആയിരുന്നു കേട്ടോ. പിന്നെ കോള, പെപ്സി, സ്പ്രൈറ്റ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ സ്പ്രൈറ്റ് ആയിരുന്നു ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ കുറുക്കുറേൻ്റെ ഒക്കെ പോലത്തെ ഇങ്ങനത്തെ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. യാമിമോക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെതും അവളതും അവൾ തന്നെയാണ് കേട്ടോ കഴിച്ചത്.
ഷവർമ്മ കഴിക്കാൻ ഞാൻ കുറേ നിർബന്ധിച്ചെങ്കിലും 37 മെയിൻറ്റെയിൻ ചെയ്തില്ല കേട്ടോ. ആ ചിപ്സ് തിന്നുകൊണ്ടേ അവിടെ ഇരിക്കുകയായിരുന്നു. നാളെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടിട്ടുണ്ടാവും ഒരു കുട്ടി കയറിയാണ് കരച്ചിൽ. അതാണ് കേട്ടോ ഈ മോള് നമ്മളെ ബാക്കത്തെ സീറ്റിലുണ്ടായിരുന്നു, ആ സൈഡ് സീറ്റിലുള്ളതായിരുന്നു. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതായി അമ്മീൻ്റെ ഫ്രണ്ടാക്കി അമ്മീമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവൾക്ക് കാർട്ടൂണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടി ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറേ നേരം ഞങ്ങളെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. വളരെ കാര്യമായിട്ട് ഇവിടുന്ന് എത്തി വലിഞ്ഞിട്ട് വേണം ആ സ്ക്രീനിങ് ഞങ്ങൾക്ക് എത്തൊന്നുമില്ല, ഞങ്ങളെ കുഞ്ഞിക്കൈ കണ്ട് എത്തണ്ടേ. ഇവിടുന്ന് എത്തി വലിഞ്ഞുണ്ടാക്കി അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. കൈ കൊടുക്കേ. താങ്ക് യു. എന്താ ഇങ്ങോട്ട് കേൾക്കണില്ല, ഇങ്ങോട്ട് നോക്കിക്കണേ. ഇനി ഫ്ലൈറ്റിൻ്റെ കളി വേണ്ട, നേരെ വീട്ടിൽ പോയാൽ മതി എന്നാട്ടോ 37 പറയണത്. എസ്കലേറ്റർ കണ്ടാൽ 37 പിന്നെ എടുക്കുമെന്ന് പറഞ്ഞിട്ടോ. ഒറ്റയ്ക്ക് അങ്ങനെ നടന്നോളൂ, അതെല്ലാം പിടിച്ചിട്ട്. അത് നല്ല ഉഷാറാണ്. 37 ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. അതില്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഞാൻ ഏറ്റു തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ഇനി 9 മണിക്കൂർ ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അവിടെ വെച്ചതാ ഈ ലേഡിനെ പരിചയപ്പെട്ടു. 37 പെറ്റിനെയും കൊണ്ടാണ് ഫ്ലൈ ചെയ്യണത്. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ടൈം ഉണ്ടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് സാവധാനമാണ് കേട്ടോ ഞങ്ങൾ പോണത്. നല്ല ഭയങ്കര കാട്ടുണ്ട് കേട്ടോ. നടക്കൂടി, ഓടി നടക്ക്, ഓടി നടക്ക്, ഓടി നടക്ക്. നമുക്ക് അത്യാവശ്യം സമയം ഇരിക്കാണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലം തേടി നടന്ന് ഞങ്ങൾ D49 എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിൽ കേട്ടോ. യമിമോക്കാണെങ്കിൽ തീരെ ഉറക്കില്ലേനു. അമ്മ അങ്ങനെ ഉറക്ക, ശരിക്കും ഉറക്കി. ഇതാണ് നമ്മളെ വീട്. ലഗേജ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. സുഖമായിട്ട് കിടക്കട്ടെ നമുക്കിങ്ങനെ. ശരിക്കും സെപ്പറേറ്റ് 2 സോഫയാണ്. ആരും ഇങ്ങനെ സെറ്റ് ചെയ്ത് ബെഡ് രൂപത്തിലൊക്കെ ആക്കി വെച്ചാട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമായി. യമിമോൾ ഇതാ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള സെറ്റപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ബെഡിലടക്കം ഇത്ര സുഖം കിട്ടൂല. 6 മണിക്കായപ്പോൾ ഉണർന്നു, ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ. ഒക്കെ ആക്കുമാക്ക് അയച്ചു കൊടുത്തു. നിങ്ങളെ ആക്കുമ്പോ തന്നെ അല്ലേ. നമുക്ക് വേഗം നടക്കൂടി. ഫ്ലൈറ്റിൽ സീറ്റ് ഉണ്ടാവില്ല കേട്ടോ. വേഗം ഓടിയാലേ നമുക്ക് ഷീറ്റ് കിട്ടുക. നടക്കൂടെ, ബാക്കിൽ ആൾക്കാരുണ്ട് പോവാൻ. വിളിക്കേ തണുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിവിടെ ബ്ലാങ്കറ്റും പില്ലൊക്കെ ഉണ്ട്. ഈ പോപ്പ് പറ്റൂലേ? ഇത് ഇവിടുത്തെ പോപ്പാണ്, വലിയ പോപ്പ്. ഇത് വേണ്ട. ടൈം 8:45 ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് റിയാദിൽ തന്നെ കയ്യിലെടുത്തോണ്ട് വന്നിരുന്നു. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. സെറ്റ് ചെയ്ത് പുതച്ച് ഒരാളിവിടെ കിടന്നുറങ്ങാൻ നിൽക്കണേ. വേണ്ടെങ്കില് എന്താ ഞങ്ങൾക്ക് ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങൾ ശിക്ഷയായിരുന്നു. പറക്കുന്നുണ്ട്, ഇപ്പൊ പറക്കും. 2 മിനിറ്റ് അങ്ങ് നോക്കിക്കോളി. പുറത്തേക്ക് നോക്കുമ്പോ കാണാനല്ല, അത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ.
നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയുള്ളത് നമുക്ക് തുറന്ന് കാണിച്ചു തരാം. നമ്മൾ സീറ്റിൽ വേറെ ഒരാളും കൂടി ഉണ്ട്. പൊതുവേ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഒരു ഫ്രഞ്ച് കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനുണ്ടല്ലോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാട്ടോ. ഓന് കുറച്ച് നേരം ഇങ്ങനെ വേറെ ഏതോ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഓൻ്റെ അമ്മ വന്നു ചീത്ത പറഞ്ഞു. ഓനക്ക് ചെറിയൊരു പെങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ മുന്നിലാണ് ആ കുട്ടീനെയും കൊണ്ട്. ആ വേഗം ഓനത് മാറ്റി വെച്ച് ഓൻ്റെ മാത്സിൻ്റെ നോട്ട്ബുക്കൊക്കെ എടുത്ത് എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങി. പഠിക്കുന്ന കാര്യത്തിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ശ്രീലങ്കയിൽ പോയാൽ അവിടുന്ന് പഠിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേ വർക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാനെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പറഞ്ഞത്. കാര്യം എന്ത് പറഞ്ഞാലും രാജ്യം ഏതായാലും അമ്മമാർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോരാളികൾ. ഫ്ലൈറ്റിത്തെ ലഗേജ് പുറത്തേക്ക് എടുക്കുന്ന കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത്. എൻ്റെ സീറ്റ് ഈ സൈഡിലായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇങ്ങനെ ഓരോ ലഗേജ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബ്ലോക്കായി കിടക്കുന്നത്. ആ മൂപ്പര് ഉള്ളിലേക്ക് കയറിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. കേട്ടില്ല എന്താ പറഞ്ഞത്? ഇനി ഫ്ലൈറ്റിന്റെ കളിയില്ല. അതെന്തേ? കാര്യം എന്താ പറയ? ആ ഒരു ഫ്ലൈറ്റിലും കൂടി പോവല്ലേ? അതെന്തേ? മടുത്തോ? താങ്ക് യു. ഹായ് പറയാമീ. നടക്ക ഓടി നടക്കല ലുല്ലുമ്മ. ഇതാണ് കൊളംബോ എയർപോർട്ട്. കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഇറങ്ങിയ സ്ഥലമൊക്കെ വളരെ ചെറുതായിരുന്നു കേട്ടോ. അധികം തിരക്കൊന്നുമില്ല. ഉള്ളതന്നെ ഫുള്ള് ഫോറിനേഴ്സ് തന്നെയാണ്. അങ്ങനെ നടക്കും. ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലുള്ള എല്ലാവരും ഉണ്ടല്ലോ ഓരോ ട്രഡീഷണൽ ഡ്രസ്സാട്ടോ ഇട്ടിട്ടുള്ളത്. എല്ലാ ഷോപ്പിലും അത്. നമുക്ക് ആവശ്യമുള്ളവർക്ക് സിം എടുക്കാനുള്ള കൗണ്ടർ ആട്ടോ. എല്ലാ സിമ്മിൻ്റെയും കൗണ്ടർ ഇവിടെ ഉണ്ട്. അടുത്തത് മണി എക്സ്ചേഞ്ചിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ ശ്രീലങ്കൻ റുപ്പിക്ക് ആക്കി തരും. അങ്ങനെ ഫൈനലി 19 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളതാ ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടെ എത്രങ്ങാനും ആൾക്കാർ കാത്തു നിൽക്കാണ്ടാവും. ഇവിടെ വളരെ കുറവാട്ടോ ആൾക്കാർ കാത്തിക്കാണ്. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ ഫുള്ള് നമ്മൾ ശ്രീലങ്ക വിശേഷങ്ങളാട്ടോ. നമ്മൾ എങ്ങനെ എത്തി, എന്തൊക്കെ ചെയ്തു, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.